നമസ്കാരം. അക്വാട്രൻ്റ് വാട്ടർ പ്യൂരിഫയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എറണാകുളം ജില്ലയിൽ ഒരു സൈറ്റ് വിസിറ്റ് വന്നതാണേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു അയൺ റിമൂവർ വാട്ടർ ഫിൽട്ടർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബോർവെല്ലാണ് വെള്ളം. അപ്പോൾ ബോർവെൽ വെള്ളത്തിൽ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. കൂടുതലായിട്ടും വെള്ളത്തിൽ അയൺ കണ്ടൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല ചെളിയുടെ പ്രശ്നമുണ്ട്, ടർബിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല സ്മെല്ലുണ്ട്. ഈ ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ടാണ് കസ്റ്റമർ നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വാട്ടർ. ഓക്കെ, ഈ വെള്ളത്തിൻ്റെ ചെടി കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വെള്ളം നല്ല രീതിയിൽ ടർബിഡിറ്റി ഉള്ള വെള്ളമാണ്. അതുപോലെ തന്നെ നല്ല അയണിൻ്റെ പ്രസൻസും ഉണ്ട്. നോക്കുമ്പോൾ മനസ്സിലാവും ഈ പൊങ്ങി കിടക്കുന്നതെല്ലാം ഇത് അയണാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഈ സിസ്റ്റം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ ചെയ്തിട്ടുള്ള പ്രോസസ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ഈ ഒരു അയൺ റിമൂവർ ഫിൽട്രേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ബോർവെല്ലിൽ വരുന്ന വെള്ളത്തെ ആദ്യം തന്നെ ക്ലോറിനേറ്റ് ചെയ്ത് ഒരു സെറ്റിൽമെൻറ്റ് ടാങ്കിലേക്കാണ് അടിച്ചിടുന്നത്. ആദ്യം തന്നെ ഈ അയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസോൾഡ് അയണാണ്. ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം പുറത്ത് വരുന്ന സമയത്ത്, അതായത് ബോർവെല്ലിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് ഈ വെള്ളം നല്ല ക്ലിയർ ആയിരിക്കും കാണാനായിട്ട്. പിന്നീട് അത് നമ്മൾ സ്റ്റോറേജ് ടാങ്കിൽ എടുത്ത് വെച്ചതിന് ശേഷം വെള്ളത്തിൻ്റെ കളർ ചേഞ്ച് ആവും. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു കളറിലേക്കാണ് ഈ വെള്ളം ചേഞ്ച് ആയിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന ക്ലിയർ ആയിട്ടുള്ള വെള്ളം കിടന്ന് ഈ ഒരു രീതിയിലേക്ക് ചേഞ്ച് ആവും. അപ്പോൾ നമ്മളിവിടെ ഒരു ക്ലോറിനേറ്റ് ചെയ്ത് ഒരു സെറ്റിൽമെൻറ്റ് ടാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഈ ഒരു അയൺ വിസിബിൾ ആയതിനു ശേഷം നമ്മൾ ഈ അയൺ റിമൂവൽ ഫിൽട്രേഷൻ വെച്ചിട്ട് ഈ അയണിനെ പ്രോപ്പറായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഇതാണ് ഇൻപുട്ട് വരുന്ന വെള്ളം. ഒന്ന് കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഫിൽട്രേഷൻ ചെയ്തതിന് ശേഷമുള്ള വെള്ളം, അതായത് നമ്മളിവിടെ ഒരു ചെക്ക് വാൽവ് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് അടുത്ത് വന്നു. നിങ്ങൾക്ക് ഇത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതാണ് ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുള്ള വെള്ളം കേട്ടോ. ഈ വെള്ളത്തിലുണ്ടാകുന്ന സ്മെല്ല് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടർബിഡിറ്റി, ചെളിയുടെ പ്രശ്നം മാറിയിട്ടുണ്ട്. എല്ലാ രീതിയിലും മാറിയിട്ടുണ്ട്. ഈ വെള്ളം ഈ ഒരു രീതിയിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് വെള്ളം നോക്കാം. ഇതാണ് ഇൻപുട്ട് വന്നിട്ടുള്ള വെള്ളം. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ. അപ്പോൾ സാറിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വാട്ടർ ഫിൽട്രേഷൻ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 1.5 മാസമായി നമ്മൾ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് സാറിൻ്റെ അടുത്ത് ചോദിക്കാം. ഞങ്ങളിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം ആയിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, നിങ്ങൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിന് വേണ്ട രീതിയിലുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.